കൃഷിദർശൻ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ 16ാമത് കാർഷിക മേളയും സ്വാശ്രയ സംഘ മഹോത്സവവും സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ കോട്ടയം ചൈതന്യ പാസ്റ്റർ സെന്ററിൽ അതിവിപുലമായി നടന്നു. അക്ഷരനഗരിയായ കോട്ടയത്ത് കാർഷിക സംസ്കൃതിയുടെ ഉണർത്തുപാട്ടായി അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട 16ാമത് കാർഷിക മേളയും സ്വാശ്രയ സംഘ മഹോത്സവവും കാർഷിക കേരളത്തിൻ്റെ ഹരമായി മാറി. സംസ്ഥാന സർക്കാരിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ആകാശവാണിയുടെയും പങ്കാളിത്തത്തോടെയാണ് KSSS എന്ന ചുരുക്കപ്പേരിലറിയപ്പെടുന്ന കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഈ മഹോത്സവം സംഘടിപ്പിച്ചത്. ഈ സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തപ്പെട്ട 5 ദിവസത്തെ കാർഷികോത്സവത്തിൽ വിത്ത് മുതൽ വിപണി വരെയുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ സന്ദർശകർക്ക് നോക്കിക്കാണുവാനും വാങ്ങുവാനും സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. കാർഷിക വിള പ്രദർശനങ്ങൾ, വിജ്ഞാനദായകമായ സെമിനാറുകൾ, പ്രശ്നോത്തരികൾ, സ്വാശ്രയ സംഘ കലാവിരുന്നുകൾ എന്നിവയും മേളയുടെ പ്രത്യേകതകളായിരുന്നു. കർഷകർ തങ്ങളുടെ സ്വന്തം പുരയിടത്തിൽ വിളയിച്ചെടുത്ത കാർഷിക ഉൽപ്പന്നങ്ങളോടൊപ്പം പലതരം ഓർക്കിഡുകൾ, ആന്തൂറിയം, ഇലച്ചെടികൾ, ഫലവൃക്ഷ തൈകൾ, സുഗന്ധവ്യഞ്ജന തൈകളായ ഗ്രാമ്പൂ, ജാതി തുടങ്ങിയവയും വാത്ത, താറാവ്, മണിത്താറാവ്, കോഴികൾ, അലങ്കാര കോഴികൾ, മുയൽ എന്നിവയും ഈ പ്രദർശനത്തിൽ ഇടം പിടിച്ചു. ഗൃഹാതുരത്വമാർന്ന പൗരാണിക ഭക്ഷ്യവിഭവങ്ങൾ പുതുതലമുറയ്ക്ക് അതിൻ്റെ തനതായ രുചി അനുഭവിച്ചറിയുന്നതിനു വേണ്ടിയുള്ള ഭോജനശാലകൾ, കൃഷി മത്സരങ്ങൾ, അമ്യൂസ്മെൻ്റ് പാർക്കുകൾ എന്നിവ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചു. ഇവയെല്ലാം തന്നെ സകല ജനങ്ങളുടെയും, പ്രത്യേകിച്ച് കാർഷിക പരിസ്ഥിതി സ്നേഹികളുടെയും സംഗമവേദിയായി മാറി. ചൈതന്യ കാർഷിക മേളാങ്കണത്തിൽ സകുടുംബം എത്തിച്ചേർന്ന് വിസ്മയക്കാഴ്ചകളും പുത്തനറിവും പുതുരുചിയും അനുഭവിച്ച് സ്വന്തമാക്കുവാൻ ഈ മേള എല്ലാവർക്കും വഴിയൊരുക്കി. കാർഷിക കേരളത്തിൻ്റെ, മലയാളികളുടെ മഹോത്സവമായി ഈ മേള മാറിയതിൻ്റെ തെളിവാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയ 10,000ങ്ങളുടെ സാന്നിധ്യം. ജാതി മതവർഗ വിവേചനമില്ലാതെ എല്ലാ വിഭാഗങ്ങൾക്കും ഒത്തുചേരുവാനും കാർഷിക വികസന സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുവാനും മേള വഴിതെളിച്ചു. മധ്യ കേരളത്തിലെ 5 ജില്ലകളിലായി 80 ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വാശ്രയ സംഘങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ കൂടിവരവിൻ്റെ ആഘോഷമായിട്ടാണ് ഈ സ്വാശ്രയ സംഘ മഹോത്സവത്തെ കാണുന്നതും പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതും. മാസങ്ങൾക്ക് മുൻപേ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഗ്രാമങ്ങളിൽ തുടങ്ങുകയായി. ജൈവ വൈവിധ്യത്തിൻ്റെയും ഭക്ഷ്യ സുരക്ഷയുടെയും സന്ദേശം പകർന്നു നൽകുന്ന സന്ദേശയാത്ര എല്ലാ ഗ്രാമങ്ങളിലും ഇതിനു മുന്നോടിയായി എത്തിച്ചേരുകയുമുണ്ടായി. തുടർന്ന് ഈ മേളയുടെ 5 ദിവസങ്ങളിൽ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് പകരുന്ന ഒട്ടനവധി പ്രദർശനങ്ങളും അതോടൊപ്പം കലാവിരുന്നുകളും കാർഷിക മത്സരങ്ങളും ഈ വേദിയിൽ അരങ്ങേറുകയാണ്. ചൈതന്യ കാർഷിക മേളയിലൂടെ കാർഷിക രംഗത്തെ നൂതന സാധ്യതകളും പരമ്പരാഗത പ്രവർത്തന ശൈലികളും ജനസമൂഹത്തിൽ എത്തിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഓരോ വർഷവും വലിയ ജനപങ്കാളിത്തം കൂടി വരുന്നു എന്നുള്ളത് ഈ മേളയുടെ വലിയ പ്രത്യേകതയായി എടുത്തു പറയേണ്ടതാണ്. കോട്ടയം ഏറ്റുമാനൂർ MC റോഡിലെ തെള്ളകം പാസ്റ്ററൽ സെന്ററിലെ വിശാലമായ അങ്കണത്തിലാണ് മേള നടന്നത്. KSSSന്റെ തന്നെ കടുത്തുരുത്തി പൂഴിക്കോൾ സ്വാശ്രയ സംഘത്തിലെ കീർത്തി വനിതാ ശിങ്കാരി മേളത്തോടെയാണ് കാർഷിക പ്രദർശനം ആരംഭിക്കുന്നത്. തുടർന്ന് രാവേറും വരെ
ജനസഹസ്രങ്ങളുടെ വരവാണ്. വ്യത്യസ്തമാർന്ന 200ഓളം സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ കർഷകർ വിളയിച്ചെടുത്ത കാർഷിക ഉൽപ്പന്നങ്ങളാണ് ആദ്യ സ്റ്റാളിൽ ഒരുക്കിയിരുന്നത്. വിവിധങ്ങളായ നിരവധി വിളകൾ ഇവിടെ ഉണ്ടെങ്കിലും അവയിലേറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു ഭീമൻ ചേന, മാട്ടുക്കാച്ചിൽ, അമ്പക്കാടൻ മരച്ചീനി, 42 എണ്ണമുള്ള നാളികേരക്കുല മുതലായവ. വെളിയന്നൂർ തെക്കേപുരയിടത്തിലെ ടോമി ദമ്പതിമാർ വിളയിച്ചതാണ് 45 കിലോഗ്രാം ഭാരമുള്ള ഭീമൻ ചേന. ചേന നമ്മൾ പരിരക്ഷിക്കുന്ന പോലെ ഇരിക്കും ചേനയുടെ വളർച്ച. നമ്മൾ ആദ്യം മുതലേ ചേന വിത്ത് തന്നെ ചാണാപ്പാലിൽ കഴുകി ചേര വെച്ച് പുകയടിപ്പിച്ച് നടേണ്ട സമയമാകുമ്പോൾ മഴ പെയ്ത് കുമ്പത്തിൽ മഴ പെയ്യുമ്പോൾ അത് എടുത്ത് അതിൻ്റെ ഏറ്റവും നല്ല മുള നോക്കി ഒരു മുള നിർത്തി ചേന കണ്ടിച്ച് നമ്മൾ പാകത്തിനുള്ള കുഴിയെടുത്ത് ചേനയുടെ പുറത്ത് കുറച്ച് പച്ചില വളങ്ങൾ ഉണങ്ങിയ കരിയിലാണല്ലോ അതും കൂടെ പുറത്ത് വയ്ക്കും. എന്നിട്ടാണ് മണ്ണിട്ട് മൂടുന്നത്. വടക്കേക്കര വി കെ ചാണ്ടിയുടെ 5 അടി ഉയരമുള്ള മൺകയ്യാലയിൽ കൃഷിയിറക്കിയതായിരുന്നു മാട്ടുക്കാച്ചിൽ. മാട്ടുകാച്ചിൽ എന്ന ഇനം കാച്ചിലാണിത്. ഇത് 6 അടി കൂടുതൽ നീളം വരെ വരാറുണ്ട്. 5 അടി മുതൽ 6 അടി വരെ നീളം വന്നിട്ടുണ്ട്. 150 കിലോ മുതൽ 225 കിലോ വരെ തൂക്കത്തിൽ ഞാൻ നേരത്തെ കാച്ചിൽ പറിച്ച് തൊടുപുഴ കാർഷികമേളയിലും തിരുവനന്തപുരം സംസ്ഥാന കാർഷികമേളയിലൊക്കെ വെച്ച് പ്രൈസ് മേടിച്ചിട്ടുള്ള. ഇപ്പോൾ സാധാരണ ഈ മാട്ടുക്കാച്ചിലിന് പേര് വരാൻ കാരണം വല്ലതും അറിയോ? ഇങ്ങനെ നീളത്തിലുണ്ടാകുന്നതുകൊണ്ട് മാടിൻ്റെ പൊക്കമുള്ള കയ്യാല, നാടൻ കയ്യാലയുടെ മുകളിൽ വിത്ത് വെച്ചിട്ട് കയ്യാല പൊളിച്ച് വേണം ഈ കാച്ചിലെടുക്കാൻ. അല്ലാതെ നേരെ മണ്ണി നട്ടാൽ ഇങ്ങനെ ഇതേ പറിച്ചെടുക്കാൻ പറ്റില്ല. മറ്റക്കര ജോസഫ് ചാമക്കാട് കൃഷി ചെയ്തതായിരുന്നു ഒരു ചുവട്ടിൽ 35 കിലോഗ്രാം തൂക്കമുള്ള അമ്പക്കാടൻ മരച്ചീനി. എനിക്കൊരു 10-30 സെൻറ്റ് സ്ഥലത്തെ മരച്ചീനി കൃഷിയുള്ളൂ. ഇതെവിടെയാണ് ചെയ്യുന്നത്? ഇത് നേരത്തെ കുറച്ച് വയലുണ്ടായിരുന്നു. അത് പൊക്കിയെടുത്ത് വാഴയും കപ്പയായിട്ട് കൃഷി ചെയ്യുന്നു. അപ്പോൾ ഈ ഇതിലെന്താണ് ഇതിനൊരു പ്രത്യേകത? ഇത് ഏത് ഇനമെന്ന് പറയാൻ പറ്റുമോ? ഇത് ആമ്പക്കാടൻ സൈസിൽപ്പെട്ടത്. അമ്പക്കാടൻ ഇനമാണ്. ഇതിന് പ്രത്യേക എന്താണ്? തൊലി പിടിക്കാനൊക്കെ എളുപ്പമാണോ? തൊലി പിടിക്കാനൊക്കെ എളുപ്പം. ഇതിലുള്ള എങ്ങനെയാണ് പുഴുങ്ങി തിന്നാൽ നല്ല രുചിയുണ്ടോ? ഉണ്ട്. ഇത് വിളവ് മത്സരത്തിന് വേണ്ടി വിളവ് ഉണ്ടാക്കുന്നതാണോ അതോ എന്നും ഈ മറ്റേ കൃഷി ഉണ്ടാവുമോ? മരച്ചീനി കൃഷിയുണ്ട്. അതിലുപരി മത്സരത്തിനായിട്ട് ശാലം സ്പെഷ്യൽ ഇച്ചിരി ചെയ്തു. കുമരകം ടോബിൻ ജോർജിന്റെ തെങ്ങിൽ വിളഞ്ഞ് പാകമെത്തിയതായിരുന്നു ഒരു കുലയിൽ 42 എണ്ണമുള്ള നാളികേരക്കുല. ഡാഡി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അന്ന് തൃശ്ശൂർ ചാവക്കാട് നിന്ന് കൊണ്ടുവന്ന തെങ്ങൻ തയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് സാധാരണ എന്തുവരെ വെച്ചാൽ കിട്ടുന്നത്? കരിക്കിന് പോവുകയാണെങ്കിൽ 10 രൂപ വെച്ചാണ് അവർ കൊണ്ടുപോകണം. 10 രൂപ വെച്ച്. അപ്പോൾ സാധാരണ ശരാശരി 40 ദിവസത്തിലൊരിക്കൽ ഒരു കൊല വെട്ടും. സാധാരണ ഇത്തരം പ്രദർശന വസ്തുക്കൾ, പ്രത്യേകിച്ച് കിഴങ്ങുവർഗ്ഗങ്ങൾ, കർഷകർ തന്നെ തിരിച്ചുവാങ്ങി അടുത്ത പ്രദർശനത്തിന് ഒരുക്കി വയ്ക്കുകയാണ് പതിവ്. അങ്ങനെ വരാതിരിക്കുവാൻ ഈ പ്രദർശന ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ KSSS വിപണി വിലയ്ക്ക് വാങ്ങുന്നു. എല്ലാത്തരം പച്ചക്കറി ഇനങ്ങളുടെയും തൈകൾ പോളിത്തീൻ കവറുകളിൽ പാകി കിളിർപ്പിച്ച് നടാൻ പാകത്തിൽ വിൽപ്പനയ്ക്കൊരുക്കിയിട്ടുണ്ട്. സന്ദർശകരിൽ ഭൂരിഭാഗം പേരും ഇവിടുന്ന് തൈകൾ വാങ്ങി വീട്ടുവളപ്പിൽ കൃഷി ചെയ്ത് വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുവാനും അങ്ങനെ പച്ചക്കറി കൃഷിയുടെ വ്യാപനത്തിനുള്ള മറ്റൊരു മാർഗമായും ഇത് ഭവിക്കുന്നു. നമ്മൾ തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. എന്തൊക്കെയാണ് തൈകളുള്ളത്? പാവലുണ്ട്, പയറുണ്ട്, വെണ്ടയുണ്ട്, ക്യാരറ്റുണ്ട്, ബീറ്റ്റൂട്ടുണ്ട്, ചീനിയുണ്ട്, ക്യാബേജുണ്ട്, അങ്ങനെ എല്ലാം തന്നെ പച്ചക്കറികളുടെ എല്ലാ വിത്തുകളും ഉണ്ട്. പടവല, മത്തൻ, എല്ലാം ഉണ്ട്. ഇവിടെ വരുന്നത് ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പച്ചക്കറി തൈയൊക്കെ മേടിക്കാനായിട്ടാണ് വരുന്നത്. കൂടുതലും നല്ല തൈയാണ്, ജൈവവളം ഇട്ടുപയോഗിച്ച് അവർ ചെയ്യുന്ന സംഭവമാണ്.
കൊണ്ടുപോയി വെച്ചാലും ഉണ്ടാകും. ഫലവൃക്ഷ തൈകളായ പലയിനം മാവുകൾ, പ്ലാവുകൾ, ശീമപ്ലാവ്, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, സുഗന്ധവിളകളായ ഗ്രാമ്പു, ജാതി, കുടംപുളി എന്നിവയുടെയും തൈകൾ കർഷകരുടെ അഭിരുചിക്കൊത്ത് വാങ്ങുവാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇരുപത്തിയേഴ് നക്ഷത്രമരങ്ങളെ ഒരുക്കിയിരിക്കുന്ന പ്രദർശനം അവരവരുടെ ജന്മനക്ഷത്രമരങ്ങളെ തിരിച്ചറിയുവാനുള്ള അവസരമൊരുക്കി. ഉദ്യാന പ്രേമികളുടെ ഹരമായ ആന്തൂറിയം, ഓർക്കിഡ്, ഇലച്ചെടികൾ എന്നിവയുടെ വൻ ശേഖരവും വിപണനവും ഇവിടെ നടക്കുന്നുണ്ട്. അലങ്കാര കോഴിയായ സിൽക്കിക്ക് പുറമെ വാത്ത, താറാവ്, മണിത്താറാവ്, ടർക്കി എന്നിവയോടൊപ്പം മുയൽ, സ്നേഹപക്ഷികൾ എന്നിവയുടെയും നീണ്ട നിര പ്രത്യേകമായി ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. മുട്ടക്കോഴികളുടെ പുതിയ ജനുസായ BV 380 ഇനം സ്ഥലപരിമിതിയുള്ളവർക്ക് എങ്ങനെ വളർത്താം എന്ന മോഡലും ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. കർഷകർക്ക് 10, 20, 50 എന്നീ എണ്ണം മുട്ടക്കോഴികളെ വളർത്താനുള്ള കേജ് സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ദീർഘനാൾ കേടുവരാത്ത സ്റ്റീൽ ഉപയോഗിച്ചുള്ള ഈ കൂട് പലർക്കും ഒരാകർഷണമായി തോന്നി. കോഴികൾക്ക് നൽകുവാനുള്ള തീറ്റപാത്രവും സദാസമയവും വെള്ളം ലഭിക്കത്തക്ക വിധമുള്ള സ്വയം പ്രവർത്തിക്കുന്ന ട്രിഗർ ടാപ്പും ഇടുന്ന മുട്ട പ്രത്യേകം പെറുക്കിയെടുക്കാതെ തന്നെ സ്വയം ഒരു സ്ഥലത്ത് വരുന്ന സംവിധാനവും ഇതിലുണ്ട്. തീറ്റ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. തീറ്റ വേസ്റ്റ് ആവില്ല. ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ആവശ്യാനുസരണം. 50% മുട്ടക്കോഴി തീറ്റ കൊടുത്താൽ മതി. ബാക്കി നമ്മുടെ വീട്ടിലെ വേസ്റ്റും എന്തായാലും കഴിച്ചോളും. പിന്നെ ഇത് BV 380 എന്ന് പറഞ്ഞാൽ പുതിയ ഇനം മുട്ടക്കോഴിയാണ്. മുട്ടയിടാൻ തുടങ്ങിയാൽ 13-14 മാസം കണ്ടിന്യൂസ് ആയിട്ട് മുട്ട കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ഇറച്ചിക്ക് ഉപയോഗിക്കാം. പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള മറ്റൊരു സ്റ്റാളിൽ മുള, ഈറ എന്നിവ കൊണ്ടുള്ള പായ, സ്ക്രീൻ അല്ലെങ്കിൽ കട്ടി, പുട്ട, വട്ടി തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും പ്രദർശനവുമുണ്ട്. കളിമണ്ണിൽ എങ്ങനെയാണ് പാത്രങ്ങൾ രൂപപ്പെട്ടു വരുന്നത് എന്ന വിരൽത്തുമ്പിലെ കരകൗശലം പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും കാഴ്ചക്കാരെ ഏറെ ആകർഷിച്ചു. ഇന്നിപ്പോൾ മൺപാത്രങ്ങൾ അടുക്കളയിൽ നിന്ന് മറഞ്ഞെങ്കിലും വെള്ളം ശേഖരിച്ചു വയ്ക്കാനുള്ള പൂജ, അടപ്പോടുകൂടിയ മീൻചട്ടി, അലങ്കാര പാത്രങ്ങൾ എന്നിവയ്ക്കും ആവശ്യക്കാരേറെയാണ്. KSSSന്റെ സ്വാശ്രയ സംഘാംഗങ്ങളുടെ വരുമാന പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന മറ്റൊന്നാണ് കൂൺ കൃഷി. ഒട്ടേറെ ഔഷധ ഗുണവും ക്യാൻസറിനെ പോലും തടയാൻ കഴിയുന്നതും പ്രായഭേദമന്യേ രോഗികൾക്ക് പോലും ഭക്ഷിക്കാവുന്നതുമായ കൂണിൻ്റെ കൃഷി പരിശീലനവും ബോധവൽക്കരണവും ഇവിടെ നടക്കുന്നുണ്ട്. ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തെവിടെയും ഉണ്ടാകുന്ന മാറ്റം ഏറ്റുവാങ്ങുന്നവരാണ് നമ്മൾ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഫുടം ചെയ്തെടുത്ത കുറ്റമറ്റ ഒരു ഭക്ഷണ പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പൗരാണിക ഭക്ഷണത്തെയും പാചക രീതികളെയും പുനരുജ്ജീവിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും വേണ്ടിയുള്ള ഇവിടത്തെ പൗരാണിക ഭക്ഷണശാല പ്രവർത്തിക്കുന്നത്. മരച്ചീനി പുഴുക്കു മുതൽ കഞ്ഞിയും പയറും വരെയുള്ള പലതരം പഴയകാല പ്രതാപ വിഭവങ്ങൾ വനിതകൾ നടത്തുന്ന ഈ പൗരാണിക ഭക്ഷണ സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ പൗരാണികമായ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. പണ്ട് നമ്മുടെ കാർന്നോന്മാരായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ വിഭവങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പ്രത്യേകിച്ച് പനംകുറുക്ക് പോലുള്ള സാധനങ്ങളാണ് ഇവിടെ നമ്മൾ കൂടുതലായും വിപണനം ചെയ്യുന്നത്. പനംകുറുക്ക് ഇത് പ്രോട്ടീൻ കൂടുതലുണ്ടെന്ന് പറയുന്നു. പിന്നെ ഇത് തിന്നാൻ നല്ലതാണ്. പഴയ കാർന്നോന്മാരൊക്കെ ഇതാണ് തിന്നുകൊണ്ടിരുന്നത്.
കൃഷി വകുപ്പിൻ്റെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സ്റ്റാൾ എന്നിവയിൽ കൂടി കാർഷിക മേഖല നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുത്തൻ പദ്ധതികളെക്കുറിച്ചും കർഷകർക്ക് നൽകി വരുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയുവാൻ ഏറെ സഹായകരമായി. സ്വാശ്രയ സംഘങ്ങൾ തന്നെ നിർമ്മിച്ച സോപ്പുപൊടി, ലോഷൻ, ആഭരണങ്ങൾ, നാടൻ പലഹാരങ്ങൾ, മിഠായി തുടങ്ങിയുള്ള സാധനങ്ങളെല്ലാം ഈ സ്റ്റാളുകളിലൂടെ ജനങ്ങൾക്ക് വാങ്ങുവാൻ സാധിച്ചു. അത്യുൽപാദന ശേഷിയുള്ള എല്ലാ പച്ചക്കറികളുടെയും മുരിങ്ങ, പപ്പായ എന്നിവയുടെ വിത്തുകൾ യഥേഷ്ടം കർഷകർ വാങ്ങിക്കൊണ്ടുപോയത് ജനങ്ങൾക്ക് കൃഷിയോടുള്ള താൽപ്പര്യത്തിൻ്റെ തിരിച്ചറിവായി. മണ്ണും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ഇവിടെ നടന്ന കാർഷിക മത്സരങ്ങൾ. നെൽകൃഷിയോട് അകലം പാലിക്കുന്ന പുതുതലമുറയ്ക്ക് മണ്ണും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ഞാറുനടിയിൽ മത്സരം. ഈ മത്സരം കണ്ടുനിന്ന ഏവർക്കും പാടത്തിൽ നിൽക്കുന്ന പ്രതീതി ഉളവായി. വയറുഭാഗത്ത് ചകിരി കുത്തി നിറച്ച് കങ്കാരു മൃഗം സ്വന്തം കുഞ്ഞിനെ വയറ്റിൽ ഒതുക്കിക്കൊണ്ടുപോകുന്ന പ്രതീതി ഉളവാക്കിയ കയർപിരി മത്സരവും കാണികൾ ആവേശത്തോടെ കണ്ടു. തെങ്ങോല കീറി അതിവേഗത്തിൽ ഓലമെടഞ്ഞ് നിശ്ചിത സമയത്തിനുള്ളിൽ മുന്നേറിയവരും ഓല ചീന്തി ഈർക്കിലാക്കി നടത്തിയ ചൂലുകെട്ടൽ മത്സരവും രസകരമായിരുന്നു. കുട്ടികൾക്കായി നടത്തപ്പെട്ട മണ്ണപ്പം ചുടിയിൽ മത്സരം വേറിട്ട ഒരനുഭവമായി. 5 ദിവസങ്ങളിലായി നടത്തപ്പെട്ട പ്രൗഢഗംഭീരമായ പരിപാടികളിൽ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാരും സാംസ്കാരിക നായകന്മാരും കാർഷിക വിദഗ്ധരുമെല്ലാം പങ്കെടുത്ത സമ്മേളനവും സെമിനാറുകളും ചർച്ചയുമെല്ലാം കാർഷികമേളയെ സമ്പുഷ്ടമാക്കി. അടിസ്ഥാനപരമായി പറഞ്ഞാൽ കാർഷിക മേഖലയുടെ വികസനമാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാർഷിക മേഖലയിലാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ, കൂടുതൽ വർക്ക് ഫോഴ്സ് കാർഷിക മേഖലയിലാണ്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർഷിക മേഖല കൂടുതൽ ശക്തീകരിക്കണം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്, അത് കാരുണ്യത്തോടു കൂടിയ ഒരു ദർശനം, ആളുകളുടെ വിഷമത്തിൽ അവരോടൊപ്പം സഹതപിക്കുന്ന ഒരു മനസ്സ്. അങ്ങനെയുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായും അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാർഷിക വിജ്ഞാനം പരസ്പരം പങ്കുവയ്ക്കുന്നതിനായി നിരവധി കാർഷിക മുഖാമുഖ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. മുൻ കൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ, കാർഷിക വിദഗ്ധൻ ആർ ഹേലി, പ്രസാർ ഭാരതി അഡീഷണൽ ഡയറക്ടർ ജനറൽ PK സുഭാഷ് തുടങ്ങിയവർ മുഖാമുഖത്തിലെ പ്രമുഖരായിരുന്നു. ഇപ്പൊ കൃഷിയില്ലായ്മ നമ്മുടെ വിവാഹത്തിലെ ആർഭാടമായി മാറുന്നുണ്ട്. ആർഭാടം സ്നേഹം ഇല്ലാതാക്കി കളയും. സ്നേഹം എവിടെയും ഇല്ലാതാക്കി കളയുന്നുണ്ട്. കൂട്ടായ്മയെ നമ്മളിൽ നിന്ന് മാറ്റുകയും നമ്മളെ കമ്പോളത്തിൻ്റെ വാതിലുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രാക്ഷസീയതയാണ് കൃഷിക്കെതിരായിട്ടുള്ളതെല്ലാം. നമ്മുടെ പഞ്ചവത്സര പദ്ധതികളോട് നടപ്പാക്കിയിട്ടുള്ള ഹരിത വിപ്ലവത്തിൻ്റെ കാര്യത്തിൽ അക്കാലങ്ങളിലെല്ലാം കർഷകരെ സഹായിക്കാനും പുതിയ വിത്തിനങ്ങളെക്കുറിച്ച് പറയാനും അത് പുതിയ കൃഷി രീതികളും അത് ഉപയോഗിക്കേണ്ട രീതികളെക്കുറിച്ചും എല്ലാം അവർക്ക് അറിവ് പകർന്നു നൽകാനും ആകാശവാണി വഹിച്ചിട്ടുള്ള പങ്ക് രാജ്യാന്തര സംഘടനകളായ യുനെസ്കോ പോലും പ്രകീർത്തിച്ചിട്ടുള്ളതാണ്. രാവേറും വരെ ഇടതടവില്ലാതെ മേഖലാ അംഗങ്ങൾ നടത്തിയ പുതുമയേറിയ കലാപരിപാടികൾ ആസ്വാദനത്തിൻ്റെ വിരുന്നൊരുക്കി. വിജ്ഞാനവും വിനോദവും പകർന്ന് 5 ദിവസങ്ങളിലായി നടത്തപ്പെട്ട ഇക്കൊല്ലത്തെ 16ാമത് ചൈതന്യ കാർഷിക മേളയും സ്വാശ്രയ സംഘ മഹോത്സവവും ആസ്വദിച്ചവർക്കും പങ്കെടുത്തവർക്കും മനസ്സിൽ തങ്ങുന്ന ഓർമ്മയായി മാറി. നല്ല ഒരു അനുഭവമാണ് ഉണ്ടായത്. വളരെ ഒത്തിരി കാർഷിക ഉൽപ്പന്നങ്ങളും ഒത്തിരി വിഭവങ്ങളും ഒത്തിരി സ്റ്റാളുകളുണ്ട്. കാണാൻ വളരെ ഭംഗിയായിരുന്നു. കാർഷിക അധിഷ്ഠിതമായ ഈ മഹോത്സവം കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും അതിരൂപതയുടെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെ വിളംബരമായി മാറി.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൃഷി, മൃഗസംരക്ഷണം, ഫിഷറീസ് മേഖലയുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടപ്പ് വില്ലേജ് പദ്ധതി. ഹാച്ചറി മാനേജ്മെന്റിൽ 25 ദിവസത്തെ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. കൃഷി, മൃഗസംരക്ഷണം, ഫിഷറീസ് എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട് വെറ്ററിനറി സർവകലാശാല സ്റ്റാർട്ടപ്പ് വില്ലേജ് പദ്ധതി ആരംഭിക്കുന്നു. തൃശൂർ വികസന അതോറിറ്റിയുടെ സഹകരണത്തോടെ തൃശൂർ കോൾ നിലങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇറച്ചി, പാൽ, മുട്ട എന്നിവയുടെ ഉൽപ്പാദനം, വിപണനം തുടങ്ങിയ മേഖലകൾക്ക് സ്റ്റാർട്ടപ്പ് വില്ലേജിൽ പ്രാധാന്യം ലഭിക്കും. 300ഓളം യുവതീ-യുവാക്കൾക്ക് പദ്ധതിയിലൂടെ സംരംഭകരാകാം. ഭക്ഷ്യസുരക്ഷിതത്വം നിലനിർത്തുന്നതോടൊപ്പം ജന്തുജന്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യതകളും സ്റ്റാർട്ടപ്പ് വില്ലേജിൽ പ്രയോജനപ്പെടുത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0487 237 6644. സംസ്ഥാന മണ്ണ് പര്യവേക്ഷണ സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം തിരുവനന്തപുരം പാറോട്ടുകോണത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കൃഷി, മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പ് മന്ത്രി KP മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ധനകാര്യ നിയമവകുപ്പ് മന്ത്രി KM മാണി പങ്കെടുത്തു. ലോക നിലവാരത്തിലുള്ള ഒരു സോയിൽ മ്യൂസിയം ഇന്ത്യയിൽ തന്നെ അപൂർവമാണ്. സോയിൽ മ്യൂസിയങ്ങൾ, ആ അപൂർവമായിട്ടുള്ള സോഷ്യൽ മ്യൂസിയങ്ങളിൽ വെച്ച് പലതുകൊണ്ട് നോക്കിയാലും നമ്മൾ ഒന്നാമതായിട്ട് നിൽക്കത്തക്ക വിധത്തിൽ അത്രമാത്രം കാര്യക്ഷമതയോട് കൂടിയിട്ട് രൂപം കൊടുത്തിട്ടുള്ള മ്യൂസിയം. സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ, കേരളത്തിൽ കാണുന്ന ധാതുക്കൾ, ശിലകൾ, മണ്ണുജല സംരക്ഷണ മാതൃകകൾ, നീർത്തട മാതൃക തുടങ്ങിയവ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പും വെറ്ററിനറി സർവകലാശാലയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹാച്ചറി മാനേജ്മെന്റ് പരിശീലനത്തിന്റെ 4ാം ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ദിവസമാണ് പരിശീലന കാലാവധി. തൃശൂരിലെ വെറ്ററിനറി കോളേജിൽ പൗൾട്രി വിഭാഗത്തിൽ വെച്ച് നടത്തുന്ന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് താമസ സൗകര്യവും ഭക്ഷണവും സൗജന്യമായിരിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ 0487 237 0117. കൊല്ലം പരവൂർ കൃഷിഭവൻ പരിധിയിൽ 10 സെന്റോ അതിൽ കൂടുതൽ സ്ഥലത്തോ പച്ചക്കറി കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ള കർഷകർ ഈ മാസം 8-ാം തീയതിക്ക് മുൻപ് കൃഷിഭവനിൽ അപേക്ഷ നൽകണമെന്ന് പരവൂർ കൃഷി ഓഫീസർ അറിയിച്ചു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഹരിത വിപ്ലവം കാർഷിക എഞ്ചിനീയറിംഗിലൂടെ എന്ന വിഷയത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ദേശീയ സെമിനാറും പ്രദർശനവും സംഘടിപ്പിക്കുന്നു. കർഷകർ, വിദ്യാർത്ഥികൾ, ഗവേഷകർ, കാർഷിക യന്ത്ര നിർമ്മാതാക്കൾ എന്നിവർക്ക് അവരുടെ കണ്ടെത്തലുകളും അറിവുകളും സെമിനാറിൽ പങ്കുവയ്ക്കാം. കാർഷിക എഞ്ചിനീയറിംഗ് സംബന്ധമായ ഗവേഷണ പ്രബന്ധങ്ങൾ സെമിനാറിൽ അവതരിപ്പിക്കാൻ അവസരമുണ്ടായിരിക്കും. ആധുനിക കാർഷിക യന്ത്രങ്ങൾ, ജലസേചന ഉപാധികൾ, പാരമ്പര്യേതര ഊർജ്ജ ഉൽപാദന മാതൃകകൾ എന്നിവ പ്രദർശനത്തിന് ഉണ്ടായിരിക്കും. ഫെബ്രുവരി 22, 23 തീയതികളിലാണ് സെമിനാറും പ്രദർശനവും. കൂടുതൽ വിവരങ്ങൾക്ക് 0471 232 2991, മൊബൈൽ 9447 452227. ജൈവമാലിന്യങ്ങൾ വിഘടിപ്പിച്ച് ജൈവവളമാക്കാൻ കഴിവുള്ള സൂക്ഷ്മാണു കൂട്ടായ്മയായ കമ്പോസ്റ്റിംഗ് ഇനോക്കുലം വെള്ളായണി കാർഷിക കോളേജിലെ മൈക്രോബയോളജി വിഭാഗത്തിൽ വികസിപ്പിച്ചെടുത്തു. ഈ സാങ്കേതിക വിദ്യയിലൂടെ ചെടിച്ചട്ടികളിൽ ജൈവമാലിന്യങ്ങൾ ഉപയോഗിച്ച് വളമുണ്ടാക്കിയെടുക്കാം. 40 മുതൽ 45 ദിവസം കൊണ്ട് ജൈവമാലിന്യങ്ങൾ വളമായി മാറും. 1 കിലോ കമ്പോസ്റ്റിംഗ് ഇനോക്കുലത്തിന് 60 രൂപയാണ് വില. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ വിളിക്കാവുന്ന ഫോൺ നമ്പർ 8289 945595. തൃശൂർ മണ്ണുത്തിയിലെ ഡയറി പ്ലാന്റിൽ നിന്നും പാൽ ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു. തൊഴിൽ സംഘടനകൾ, സ്വാശ്രയ സംഘങ്ങൾ എന്നിവർക്ക് അപേക്ഷ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0487 237 3420. തിരുവനന്തപുരത്ത് ആരംഭിച്ച 5ാമത് ബാലകൃഷിശാസ്ത്ര കോൺഗ്രസിൽ അടുക്കള വിളംബരവും അമ്മൂമ്മ വൈദ്യവും എന്ന പ്രത്യേക നാട്ടറിവ് പരിപാടി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകകരമായി.
കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന അറിവുകളും കാഴ്ചകളുമായിരുന്നു ബാലകൃഷി ശാസ്ത്ര കോൺഗ്രസിന്റെ ഇപ്രാവശ്യത്തെ പ്രത്യേകത. നാളെ പരമ്പരാഗത കൃഷി മുതൽ ഹൈടെക് കൃഷി വരെ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 16,350 രൂപ. റബ്ബർ RSS 5 15,650 രൂപ. വെളിച്ചെണ്ണ 10,650 രൂപ. കൊപ്ര 7,700 രൂപ. കുരുമുളക് ക്വിൻ്റലിന് 52,200 രൂപ. ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 375 രൂപ. ജാതിക്ക തൊണ്ടില്ലാതെ 640 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 52,200 രൂപ. അൺഗാർബിൾഡ് കുരുമുളക് 50,700 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 50,000 രൂപ. വയനാടൻ കുരുമുളക് 51,000 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് കൊപ്ര ക്വിൻ്റലിന് 7,200 രൂപ. തളിപ്പറമ്പ് 7,100 രൂപ. കാസർഗോഡ് 7,050 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ വെളിച്ചെണ്ണ ക്വിൻ്റലിന് 11,300 രൂപ. കോട്ടയം 11,200 രൂപ. ആലപ്പുഴ 10,550 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.8 22. കൊച്ചി 33 20.4. ആലപ്പുഴ 33 22. പുനലൂർ 33 20. തിരുവനന്തപുരം 34.2 22.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.